തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് സമ്മാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഈശോ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. ശിഷ്യന്മാരതിന് സാക്ഷികളുമായിരുന്നു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവരുടെ കയ്യിൽ അപ്പമില്ലാത്തതിനെക്കുറിച്ച് പരിഭവിക്കുന്നുണ്ട്. അവരോട് ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആവലാതിപ്പെടുക? നിങ്ങൾ കണ്ടതല്ലേ 5 അപ്പം 5000 പേര് ഭക്ഷിച്ചതും 7 അപ്പം 4000 പേര് ഭക്ഷിച്ചതുമൊക്കെ, എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്നില്ലേ? 8-ാം അധ്യായത്തിൻ്റെ 22-ാം വചനം മുതൽ നാം വായിക്കുന്നുണ്ട്, ഈശോയും ശിഷ്യന്മാരും ബത്സയിദയിലെത്തി. അവിടെ ചെല്ലുമ്പോൾ കുറച്ചു പേർ ചേർന്ന് ഒരു അന്ധനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരികയാണ് സൗഖ്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന അത്ഭുതം. 23-ാം വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഈശോ അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി. അവൻ്റെ കണ്ണിൽ തുപ്പിയിട്ട് അവൻ്റെ മേൽ കൈവച്ച് ചോദിച്ചു, നീ കാണുന്നുണ്ടോ? ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ കാണുന്നുണ്ട് മനുഷ്യരെ, പക്ഷേ അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നുമുണ്ട്. വീണ്ടും അവൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നു. അവൻ ഈശോയെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നു, ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ നോട്ടം ദൈവത്തെങ്കിലേക്ക് ആകുമ്പോഴാണ് കാഴ്ചയും കാഴ്ചപ്പാടുമൊക്കെ നന്മയുടേതായി മാറുക. 26-ാം വചനത്തിൽ നാം വായിക്കുന്നു, നീ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവനെ ഈശോ ഭവനത്തിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ജീവിത മേഖലയിലൊക്കെ വിട്ടുപേക്ഷിക്കപ്പെടേണ്ടതായ ചില ചിന്താഗതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാവാം. ഈ ഗ്രാമത്തിൽ നിന്നും മാറ്റി വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് സൗഖ്യപ്പെടുത്തുന്ന ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മുടെ ജീവിത മേഖലയിൽ നാം സ്വന്തമായെന്ന് കരുതുന്നവ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്നവ, ഉപേക്ഷിക്കുവാൻ സാധ്യമാകാത്ത ചിലതിനെയൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദർശനം അവനിലേക്ക് മാത്രമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ കാഴ്ചയ്ക്ക് വ്യക്തതയുണ്ടാകുവാനായിട്ട് അഞ്ജനം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുക. ദൈവത്തോടു കൂടെയായിരുന്നു കൊണ്ട് അവൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചുകൊണ്ട് കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുവാനും ജീവിതയിടങ്ങളിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ഓരോ യാത്രയും അനുഗ്രഹമാകുവാനും നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം. സ്നേഹമുള്ളവർ, നമുക്ക് ധ്യാനിക്കാം, ഏതാണ് ഞാൻ ഉപേക്ഷിക്കപ്പെടേണ്ടതായ എൻ്റെ ഗ്രാമം? ചിന്തകളായിരിക്കാം, വികാരങ്ങളായിരിക്കാം, സൗഹൃദങ്ങളായിരിക്കാം, ജീവിത ബന്ധങ്ങളായിരിക്കാം, ഉപയോഗിക്കുന്ന വസ്തുക്കളായിരിക്കാം. ക്രിസ്തു ദർശനത്തിന് തടസ്സമാകുന്ന എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും ചിന്തകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും ഇന്ന് പലതും കാണുന്നുണ്ടെങ്കിലും വ്യക്തമായ കാഴ്ച നമുക്കുണ്ടാവുന്നില്ല. പലതും കേൾക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ കേൾവി നമുക്കുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ആധുനിക മാധ്യമങ്ങൾ സമ്മാനിക്കുന്ന ഭാഷയിലേക്ക്, ചിന്തയിലേക്ക് നാമൊക്കെ വീണു പോവുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അറിവും കാഴ്ചപ്പാടുമൊക്കെ വ്യക്തമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ വഴി തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാവുക. നമുക്ക് പ്രാർത്ഥിക്കാം, ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങളുടെ ജീവിത വഴിത്താരയിലൊക്കെ നിൻ്റെ പ്രകാശം കൊണ്ട് കൃപയുണ്ടാകുവാനും ഓരോ വഴിത്താരയിലും പതിയിരിക്കുന്ന അപകടങ്ങളെയൊക്കെ മറികടന്നു പോകാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും സമ്മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.